നമസ്കാരം. പ്രവാസജാലകത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് BPL പ്രവാസജാലകത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രവാസം ജീവിതത്തിന്റെ തികച്ചും വ്യത്യസ്തമായ അനുഭവകാലം. പൊള്ളുന്ന അനുഭവങ്ങളുടെ ചൂടിൽ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണൽ പോലും തോറ്റുപോകുന്നു. നിലനിൽപ്പിന്റെ അതിജീവനത്തിന്റെ പ്രവാസകാലം. 25 വർഷം പിന്നിട്ട പ്രവാസി മലയാളിയുടെ ഹൃദയസാക്ഷ്യം രേഖപ്പെടുത്തുന്ന ഘർഷോ. മനസ്സിലും മരുഭൂമി പടർത്തുന്ന പ്രവാസത്തിന്റെ ഋതുക്കളെ സംഗീതോപാസന കൊണ്ട് നിത്യവസന്തമാക്കി മാറ്റിയ ഇവിടുത്തെ ഗായകർ ഇന്ന് പ്രവാസ ലോകത്തെ പാട്ടുകാരിൽ MD സോമശേഖരനോടൊപ്പം മറ്റൊരു ഗായിക കൂടി. കുട്ടിക്കാലം മുതൽ ദമാമിലെ സംഗീതാസ്വാദകർക്ക് സുപരിചിതയാണ് മുഫീദ മജീദ്. ഡോക്ടർ KJ യേശുദാസ്, P ജയചന്ദ്രൻ, MG ശ്രീകുമാർ, അഫ്സൽ തുടങ്ങി പ്രമുഖരായ ഗായകരോടൊപ്പം പാടാൻ അവസരം ലഭിച്ചു എന്നത് മുഫീദയ്ക്ക് കിട്ടിയ അംഗീകാരം തന്നെയാണ്. ഇന്ന് പ്രവാസജാലകത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുഫീദ മജീദാണ്. ബാബുക്ക എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ മുഫീദയ്ക്ക്? MS ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ പണ്ടത്തെ. അറിയാം. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ നമുക്ക് മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതിനകത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് 4 വരി ഒന്ന് പാടാമോ? താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നിൻ സംഗീത മധു പകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ദേവാ ദേവാ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് സംഗീത സംവിധായകർ പഴയത് ചെയ്തിട്ടുണ്ട്. അതിൽ ബാബുക്കയുടെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഒന്ന് മുഫീദയ്ക്ക് അറിയോ? കൂടുതലും ഹിന്ദുസ്ഥാനി ടച്ചുകളുള്ള പാട്ടുകളാണല്ലോ അദ്ദേഹത്തിന്റെ. ആണല്ലേ? മുഫീദയ്ക്ക് കൂടുതൽ ഹിന്ദുസ്ഥാനിയോടാണോ താല്പര്യം? ഇനി കർണാട്ടിക്? അല്ല, അങ്ങനെയൊന്നുമില്ല. കർണാട്ടിക്ക ഞാൻ പഠിച്ചിട്ടുള്ളത്, പക്ഷെ ഹിന്ദുസ്ഥാനി ഇഷ്ടമാണ് പാടാനൊക്കെ. എത്ര നാൾ പഠിച്ചു കർണാട്ടിക്? 6 വർഷം പഠിച്ചു. വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെയാണല്ലോ അല്ലേ? അതെ അതെ, ഇവിടുന്ന്. അപ്പൊ ഇവിടുന്ന് തുടങ്ങി. ഇപ്പൊ എത്രല്ല പഠിക്കുന്നത്? 11th. അപ്പൊ ഈ 11 years ആയിട്ട് വിചാരിക്കാം. സ്കൂൾ തലത്തിൽ ഏറ്റവും ഫസ്റ്റ് സ്കൂളിലാണോ ആദ്യമായിട്ട് പെർഫോം ചെയ്തത്? അല്ല, പുറത്ത്, ഔട്ട്സൈഡ് സ്റ്റേജിലാണ്. മെമ്മറബിൾ ആയിട്ട് കിട്ടുന്ന വേദികൾ ഏതൊക്കെയായിരിക്കും? ദാസേട്ടൻ്റെ കൂടെ പാടി, പിന്നെ ജയന്ദ്രനിലൂടെ പാടി, വിജയ് യേശുദാസിന്റെ കൂടെ, അഫ്സൽ അങ്കിളുടെ കൂടെ പാടി, പിന്നെ മധു ബാലകൃഷ്ണൻ അങ്കിളുടെ കൂടെ പാടി, പിന്നെ ജാസിഫ്റ്റിന്റെ കൂടെ പാടി. ഇതൊക്കെയാ മെമ്മറബിൾ ആയിട്ടുള്ള. അപ്പൊ മധു ബാലകൃഷ്ണൻ സൗദി അറേബ്യയിൽ വന്നിട്ടില്ലല്ലോ? അല്ല, അത് ബഹ്റിനിൽ വെച്ചായിരുന്നു. അവിടെ പോയി പാടിയോ? അവിടെ പോയി പാടി. ഓ ശരി. കാസറ്റുകൾ പാടിയിട്ടുണ്ട്? ഒരു കാസറ്റിൽ പാടിയിട്ടുണ്ട്. നീ യമനയ എന്ന് പറയുന്നത്. അതെവിടെ? സൗദിയിൽ നിന്ന് ഇറങ്ങി? അല്ല, നാട്ടിൽ വെച്ചിട്ട്. ശരി. അപ്പൊ അതൊരു 2 വരി ഒന്ന് മൂളാമോ? യമുനയൊഴുകി നീരദവർണ്ണന്റെ ബാൻസുരേകിയ നീലാംബരിയായി
ഇന്ത്യൻ സംഗീതത്തിലെ ആരുടെ ശബ്ദമാണ് കൂടുതൽ മുഫീദയ്ക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് ചിത്ര ചേച്ചിയുടെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നേരത്തെ താമരക്കുമ്പിളല്ലോ എന്നിട്ട് പാടിയ പാട്ട് ആരുടെയായിരുന്നു? എസ് ജാനകിയുടെ. അപ്പോൾ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഇഷ്ടമാണ് കൂടുതൽ? ഇഷ്ടമാണ്. കുഴപ്പം വേദികളിലൊക്കെ അതാണ് കൂടുതൽ പാടുന്നത്? അങ്ങനെയൊന്നുമില്ല, ഡിപ്പെൻസ്. പഴയ ഗാനങ്ങളും പാടാറുണ്ട്, പുതിയതും പാടാറുണ്ട്. പുതിയ ഗാനങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വേദികൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം അതിനകത്ത് ഇപ്പോൾ റീസെൻ്റ്ലി പഠിച്ചിട്ട് നല്ല പാടി പതിഞ്ഞൊരു ഗാനം ഏതാണ് മുഫീദയ്ക്ക് ഓർമ്മ വരുന്നത്? പ്രാവുകൾ കുറുങ്ങുന്നു അകലയിലെ. അതൊന്ന് പാടിക്കൊള്ളൂ. പ്രാവുകൾ കുറുകുന്നു മനസ്സിൽ പ്രണയം മുറുകുന്നു. പ്രാവുകൾ കുറുകുന്നു മനസ്സിൽ പ്രണയം മുറുകുന്നു. മൂകവിഷാദത്തിൻ താഴ്വാരങ്ങളിൽ മുന്തിരി വള്ളികൾ പൂക്കുന്നു. പ്രാവുകൾ കുറുകുന്നു മനസ്സിൽ പ്രണയം മുറുകുന്നു. മലയാളം ലാംഗ്വേജിൽ മാത്രമാണോ മുഫീദ പാടാറില്ലേ, അതോ മറ്റുള്ള ഭാഷകളിലും പാട്ടുകൾ പാടാറുണ്ട്? തമിഴും ഹിന്ദിയൊക്കെ പാടാറുണ്ടോ അല്ലേ? ഇപ്പൊ ഹിന്ദിയിൽ പാടുമ്പോൾ കൂടുതൽ ആരുടെ പാട്ടുകൾ? മങ്കേഷ്കറിന്റെ പാട്ടുകൾ. ഒരു ഹിന്ദി പാട്ടൊന്നും ഒരു 4 വരിയാവാം നമുക്കിനി. आपकी नजरों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा मिल गई मंजिल मुझे, आपकी नजरों ने समझा. പുതിയ പാട്ടുകൾ കേട്ട് പഠിക്കുന്നു, അത് എഴുതിയെടുക്കുന്നതൊക്കെ എങ്ങനെയാ? മലയാളത്തിൽ തന്നെ എഴുതിയെടുക്കുന്നത് അല്ല? ഈ ഇംഗ്ലീഷിൽ എഴുതി അങ്ങനെ ഇല്ലല്ലേ? കറക്റ്റ് മലയാളത്തിൽ തന്നെ ആ ഭാഷ നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ തമിഴ് ലാംഗ്വേജ്, തമിഴും ഹിന്ദിയും മലയാളവും കൂടി ചേർന്നുകൊണ്ടാണല്ലോ നമ്മുടെ ഓരോ വേദികളിലും നമ്മുടെ പരിപാടികൾ നടക്കുന്നത്. അപ്പൊ തമിഴ് പാട്ടുകൾ പാടാൻ അങ്ങനെ പാടാറുണ്ടോ? തമിഴ് പാട്ട് ഏതാണ് കൂടുതൽ ഹിറ്റായിട്ടുള്ളത്? ഒരു അല്ലെങ്കിൽ ഇപ്പോൾ മുഫീദയ്ക്ക് പാടാൻ തോന്നുന്നൊരു പാട്ട് ഏതാണ്? ഒരു 4 വരി ഒന്ന് പാടൂ. ചിത്ര ചേച്ചിക്ക് ഇപ്പൊ അവാർഡ് കിട്ടിയ പാട്ടില്ലേ, ഒവ്വൊരു പൂക്കളും. ഒന്ന് പാടൂ. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு விடியலுமே சொல்கிறதே தினவானால் பகலொன்று வந்திடுமே. நம்பிக்கை என்பது வேண்டும் நம் வாழ்வில், லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு, மலையோ அது പനിയോ നീ മോദിവിട്. ഇവിടെ ഒരുപാട് ഇപ്പോൾ വലിയ കലാകാരന്മാരുടെ കൂടെ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ ഇവരുടെ കൂടെ എല്ലാം പാടുന്ന സമയത്തോ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? ദാസങ്ങളുടെ കൂടെ ഇത്രയും ചെറിയ പ്രായത്തിൽ പാടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. അത് 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ. പിന്നെ ആദ്യമായിട്ട് പാടിയത് ജയന്ത്രങ്ങളിലൂടെയാണ്. അപ്പൊ അത് അതിലും ചെറുതാകുമ്പോഴാണ്. അതൊക്കെ ഭയങ്കര ആണല്ലോ. ആണ്. ആ സമയത്തൊക്കെ അവര് വന്നപ്പോ അവരുടെ കൂടെ അല്ലേ? ഈവൻ ഇപ്പൊ നാട്ടിലാണെങ്കിൽ നാട്ടിലെ കുട്ടികൾക്ക് ഇതിനൊക്കെ അവസരങ്ങൾ നാട്ടില് ആഗ്രഹിച്ചാലും നടക്കില്ല. അത് പ്രവാസി ഗായിക ഇതിന്റെ പേരിൽ മുഫീദയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഇപ്പൊ നേരത്തെ പാടില്ല പ്രാവുകൾ കുറുകുന്നു, അത് അകലെ എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടല്ലേ? അതിൽ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, അകലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ട് മുഫീദയ്ക്ക് പഠിച്ചിട്ടുണ്ട്. അത് പാടും കേക്കട്ടെ. അകലെ
അകലെ ആരോ പാടും ഒരു നോവു പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്തു പോകുന്നു ഞാൻ. അകലെ അകലെ ഏതോ പാട്ടിൽ ഒരു കുഞ്ഞു പ്രാവിൻ്റെ തൂവലാൽ തീർത്ത കൂട് തേടുന്നു ഞാൻ. അകലെ അകലെ ആരോ പാടും. ഈ ചുരുങ്ങിയ കാലയളവിൽ കൊച്ചു നാൾ തൊട്ട് പാടുന്നുണ്ടല്ലോ. പക്ഷെ എങ്കിലും ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വലിയ വലിയ കലാകാരന്മാരോടൊപ്പം ഉള്ള വേദികൾ ഉൾപ്പെടെ ഒരുപാട് വേദികളിൽ പാടാനും, ഇപ്പോൾ കാസറ്റുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികളിൽ പാടാനും, അങ്ങനെ പ്രവാസികളുടെ ഇടയിൽ ഒരു പ്രശസ്തയായ ഗായിക എന്നുള്ളൊരു മുഫീദയ്ക്കുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞതിൽ വളരെയധികം അഭിനന്ദനങ്ങൾ തരികയാണ്. അതോടൊപ്പം ഇനി തുടർന്നുള്ള ഇവിടുത്തെ വേദികളും നാട്ടിലത്തെ വേദികളും ഒരുപോലെ മുഫീദയ്ക്ക് കിട്ടുവാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വിട പറയാൻ തുടങ്ങുമ്പോഴാണ് സ്നേഹത്തിന്റെ ഊഷ്മളത നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ആർദ്രമാക്കുന്നത്. പ്രിയപ്പെട്ടതെല്ലാം ഒരു കടലകലെ ഉപേക്ഷിച്ചു പോരുന്ന പ്രവാസി മനസ്സുകൾക്ക് അതടുത്തറിയാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് പ്രവാസ ജീവിതം സൂക്ഷ്മതയുള്ളതാവണം എന്നാണ്. അടുത്ത ആഴ്ച ഇതേ സമയം